എപ്പോഴും അതിവൈകാരികതയുടെ കളത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടക്കാറുള്ളത്. ഇത്തവണ അതിന് കടുപ്പമേറെയാണ്. പഹൽഗാം ഭീകരാക്രമണം ഏൽപ്പിച്ച നോവിൽ നിന്ന് രാജ്യം ഇനിയും പുറത്തു കടന്നിട്ടില്ല. അതിർത്തിയിൽ സംഘർഷം പുകയുകയാണ്. മത്സരം ബഹിഷ്കരിക്കണമെന്ന വാദവും ശക്തമായി ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലും പാകിസ്ഥാനെതിരെ കളിക്കാൻ സമ്മതിച്ച BCCIക്കെതിരെ കടുത്ത വിമർശനമാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. ഏഷ്യ കപ്പ് ഫിക്സർ പുറത്തുവിട്ട അന്നു മുതൽ തുടങ്ങിയ ബഹിഷ്കരണ ആഹ്വാനം ഇന്നിതാ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലും എത്തിയെന്നാണ് സൂചന. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ സഹകളിക്കാരോടും ടീം മാനേജ്മെന്റിനോടും തങ്ങളുടെ ആശങ്ക പങ്കുവച്ചതായാണ് റിപ്പോർട്ട്. കളിക്കാരിലെ ഭൂരിഭാഗം പേരും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. അവരുടെ കമന്റ് ബോക്സുകളിലും മത്സരം ബഹിഷ്കരിക്കണമെന്ന ആവശ്യം നിറഞ്ഞിട്ടുണ്ട്. ആരാധകരോട് ഈ വിഷയത്തിൽ മറുപടിയൊന്നും പറയാനാകാത്ത വിധം ആശയക്കുഴപ്പത്തിലാണ് കളിക്കാർ. പരിശീലകൻ ഗൗതം ഗംഭീറുമായി താരങ്ങൾ ഇക്കാര്യം ചർച്ച ചെയ്തെന്നാണ് വിവരം. അതിവൈകാരികത വേണ്ടെന്നാണ് കോച്ച് കളിക്കാരോട് പറഞ്ഞത്. ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോലും കോച്ചോ ക്യാപ്റ്റനോ തയ്യാറായിട്ടില്ല. കളിക്ക് മുൻപുള്ള പതിവ് വാർത്താ സമ്മേളനത്തിന് അസിസ്റ്റന്റ് കോച്ച് റയാൻ ടെൻ ഡോഷറ്റിനെയാണ് മാനേജ്മെന്റ് അയച്ചത്. കളിക്കാർ അവരുടെ വികാരങ്ങൾ ഗ്രൗണ്ടിൽ കാണിക്കുമോ എന്ന ചോദ്യത്തിന് അതെ, അവർ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ഇന്ത്യൻ പൊതുജനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും വികാരം താരങ്ങൾ പ്രകടിപ്പിക്കുമെന്നതിൽ സംശയമില്ല എന്നായിരുന്നു ഡോഷറ്റിന്റെ ഉത്തരം. മത്സരത്തിൽ ഇന്ത്യൻ താരങ്ങളുടെ പ്രതീകാത്മക പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കുമെന്നും വിവരമുണ്ട്. ഹസ്തദാനം ഒഴിവാക്കുക, കറുത്ത ആംബാൻഡുകൾ ധരിക്കുക എന്നിങ്ങനെയാവാം താരങ്ങളുടെ പ്രതിഷേധം. ക്രിക്കറ്റ് ബോർഡിന്റെ തലപ്പത്തുള്ള ചെയർമാൻ ജയ്ഷാ ഉൾപ്പെടെയുള്ളവരും കളി കാണാനെത്തില്ല. പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാൻ ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിലും കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഗാലറിയിലോ പുറത്തോ അതിരുവിട്ട പ്രകോപനമുണ്ടായാൽ 5000 മുതൽ 30,000 ദിർഹം വരെ പിഴയും 3 വർഷം വരെ തടവും ലഭിക്കും. തടവു ശിക്ഷ കഴിഞ്ഞാൽ നാടുകടത്തും. സ്റ്റേഡിയത്തിൽ ലേസറുകൾ, ക്യാമറ ഹോൾഡറുകൾ, സെൽഫി സ്റ്റിക്കുകൾ, മൂർച്ചയുള്ള ഉപകരണങ്ങൾ, ക്യാമറകൾ, വിഷപദാർത്ഥങ്ങൾ, ബാനറുകൾ, പതാകകൾ തുടങ്ങിയവ പ്രവേശിപ്പിക്കില്ല. സ്പോർട്സ് ഡെസ്ക് MC ന്യൂസ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.